നമസ്കാരം. അമേരിക്കയും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ ഏപ്രിൽ 22-ന് അവസാനിക്കും. ഈ സാഹചര്യത്തിൽ ഉടലെടുക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്. ഇനി വീണ്ടും യുദ്ധം ആരംഭിക്കുമോ? അതോ ആരംഭിച്ചാൽ എന്താകും പരിണതഫലം? ഈ വക ചോദ്യങ്ങൾ കാരണം ലോകം വീണ്ടും ആശങ്കയുടെ മുൾമുനയിൽ നിൽക്കുകയാണ്. കാരണം യുദ്ധം നിർത്താനുള്ള ചർച്ചകൾ എങ്ങും എത്താത്ത അവസ്ഥയാണ് നിലവിൽ. യുദ്ധം നിർത്താനുള്ള ചർച്ചകൾ മധ്യസ്ഥർ ശ്രമിക്കുമ്പോൾ കീഴടങ്ങാൻ തയ്യാറല്ല എന്ന തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇറാൻ. തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം അമേരിക്ക അംഗീകരിച്ചാൽ മാത്രം ചർച്ച, അതാണ് ഇറാന്റെ പക്ഷം. അതായത് അമേരിക്ക ഹോർമുസിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം പിൻവലിക്കണം എന്നതാണ് ഇറാന്റെ ആവശ്യം. എന്നാൽ യുദ്ധം അവസാനിപ്പിക്കാതെ ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കില്ല എന്നാണ് അമേരിക്കയുടെ പക്ഷം. എന്തായാലും ഇനിയും ആക്രമിച്ചും യുദ്ധം നടത്തിയും മതിയാകാത്തവരായി മാറിയിരിക്കുകയാണ് ഇസ്രയേലും ഈ സമയത്ത്. ഇറാനിൽ തങ്ങളുടെ ജോലി ഇസ്രയേൽ പൂർത്തിയാക്കിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു സുപ്രധാന പ്രസ്താവന ഇറക്കിയത്. ജെറുസലേമിൽ നടന്ന ഒരു സ്മാരക ദിന ചടങ്ങിൽ നെതന്യാഹു നടത്തിയ പ്രസ്താവന ഇറാനുമായുള്ള ഒരു പുതിയ യുദ്ധത്തിന്റെ സൂചനയാണ് നൽകുന്നത്. അന്താരാഷ്ട്ര സമാധാന ശ്രമങ്ങൾ ശക്തമാകുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള പ്രസ്താവന എത്തിയത് എന്ന കാര്യം ശ്രദ്ധേയമാണ്. അതേസമയം സംഘർഷം ലഘൂകരിക്കുന്നതിനായി പാകിസ്ഥാനിൽ ചർച്ചകൾ പുനരാരംഭിക്കാൻ അമേരിക്ക ഒരുങ്ങുകയാണ്. ഇസ്ലാമാബാദിൽ കർശന സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ നെതന്യാഹുവിന്റെ പുതിയ പ്രസ്താവന വീണ്ടും ഒരു യുദ്ധഭീതിയാണ് ഉയർത്തുന്നത്. മുമ്പ് ഏപ്രിൽ 11-ന് ഇസ്ലാമാബാദിൽ യുഎസും ഇറാനും തമ്മിൽ സമാധാന ചർച്ചകൾ നടന്നിരുന്നു. യുഎസ് ഭാഗത്തു നിന്നും JD വാൻസും ഇറാനിൽ നിന്നും വിദേശകാര്യമന്ത്രി അരാജിയും ആയിരുന്നു ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത്. എന്നിരുന്നാലും ഇറാന്റെ ആണവായുധം കൈവശം വെക്കുന്നതും ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും ധാരണയെത്തുന്നതും പരാജയപ്പെട്ടു. തൽഫലമായി സമാധാന ചർച്ചകൾ പരാജയപ്പെടുകയാണ്. ഇപ്പോൾ ഇസ്ലാമിൽ വീണ്ടും യുഎസും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ നടക്കുന്നതായാണ് റിപ്പോർട്ട്. എന്നിരുന്നാലും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച് ഇറാൻ ഇതുവരെയും ഉറച്ച തീരുമാനമെടുത്തിട്ടില്ല. വാസ്തവത്തിൽ ചർച്ചകൾക്കിടയിലും അന്യായമായ വ്യവസ്ഥകൾ അമേരിക്ക നിർബന്ധിക്കുന്നു എന്നാണ് ഇറാന്റെ ആരോപണം. അമേരിക്കയും ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ചർച്ചകൾ എന്തെങ്കിലും പരിഹാരത്തിലേക്ക് നയിക്കുമോ അതോ യുദ്ധം വീണ്ടും ആരംഭിക്കുമോ എന്നതാണ് ഇപ്പോൾ ലോകത്തിന് മുഴുവൻ കണ്ണുകൾ ഉറ്റുനോക്കുന്നത്.